എന്നാൽ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്യും, വഴക്ക് പറയേണ്ട സ്ഥലങ്ങളിൽ വഴക്ക് പറയുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും യഥാസമയം നൽകി തരികയും ചെയ്യുന്നു. ഭദ്രാസനത്തിലെ ആത്മീയ സംഘടനകൾക്ക് അച്ഛൻ്റെ വലിയ സേവനം ലഭിക്കുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ആധ്യാത്മിക സംഘടനകളെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട PK കോശി അച്ഛനെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡന്റുമാരായിട്ടുള്ള 5 വൈദിക ശ്രേഷ്ഠരുണ്ട്. അതിൽ 2 പേരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ഗീവർഗീസ് ശോമേലച്ചൻ ഉമ്മയാറ്റ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തോമസ് ശോമേലച്ചൻ പുത്തങ്കാവ് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡന്റ്. മറ്റേ 3 ആളുകളും പള്ളികളിലൊക്കെ അല്പം തിരക്കുള്ളതുകൊണ്ട് എത്തുവാൻ തക്കവണ്ണം അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അവർ 5 പേരെയും പ്രത്യേകിച്ച് കടന്നു വന്ന തോമസ് ശോമേലച്ചനെയും ഗീവർഗീസ് ശോമേലച്ചനെയും ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കാവുന്ന ഒരു കാലഘട്ടമായിരുന്നു 2020-25 കാലഘട്ടം എന്ന് പറയുന്നത്. വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു ഭദ്രാസന കൗൺസിലായിരുന്നു എന്നുള്ളത് അങ്ങനെ സാക്ഷിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ആ കാലഘട്ടത്തിലെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിമൽ മാമൻ ചെറിയാനച്ഛൻ, അതിന് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബൻ സാർ ഇന്ന് ഇവിടെ മറുപടി പ്രസംഗം കൂടി നിർവഹിക്കും. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട KV വർഗീസ് സാർ, വിവിധ ഡിസ്ട്രിക്റ്റുകളുടെ ചുമതലയായിരുന്ന ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്പെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മനോജ് ചാക്കോ അവറുകൾ, 12 ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്പെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ഏബ്രഹാം മാത്യു തീരപ്പള്ളി സാറ്, പുത്തങ്കാവ് ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്പെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ക്യാപ്റ്റൻ സിബി മത്തായി, ഉമ്മയാറ്റ ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്പെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് P. ജോൺ അവർകൾ, അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിമാരായിരുന്ന ബഹുമാനപ്പെട്ട രാജു കോശി സാറ് ചെങ്ങന്നൂർ ഡിസ്ട്രിക്റ്റ്, ബഹുമാനപ്പെട്ട ഏലിക്കുട്ടി ജോർജ് അമ്മാമ ഇടവങ്ങാട് ഡിസ്ട്രിക്റ്റ്, 12 ഡിസ്ട്രിക്റ്റിൻ്റെ തോമസ് ശോമേല്, പുത്തങ്കാവ് ഡിസ്ട്രിക്റ്റിൻ്റെ ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അവറുകൾ, ഉമ്മയാറ്റ ഡിസ്ട്രിക്റ്റിൻ്റെ ബഹുമാനപ്പെട്ട PV എബ്രഹാം അവറുകൾ, ഇവരെല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാ നല്ല സേവനങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുക. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ കൗൺസിലിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സെക്രട്ടറി ബഹുമാനപ്പെട്ട KV വർഗീസ് സാറ്, അതുപോലെ ചെങ്ങന്നൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്പെക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട എഞ്ചിനീയർ ജിജി പണിക്കർ സാറ്, ഇടവങ്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ ബഹുമാനപ്പെട്ട റേച്ചൽ രാജൻ കൊച്ചമ്മ, 12 ഡിസ്ട്രിക്റ്റിൻ്റെ ബഹുമാനപ്പെട്ട ബിജു ബി അവർകൾ, പുത്തങ്കാവ് ഡിസ്ട്രിക്റ്റിൻ്റെ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറ്, ഉമ്മയാറ്റ ഡിസ്ട്രിക്റ്റിൻ്റെ ബഹുമാനപ്പെട്ട KA എബ്രഹാം സാറ്, അതുപോലെ ഡിസ്ട്രിക്ട് സെക്രട്ടറിമാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുനിമോൾ D ചെങ്ങന്നൂർ ഡിസ്ട്രിക്റ്റ്, ബഹുമാനപ്പെട്ട സുനിൽ C. വർഗീസ് ഇടവങ്കാട് ഡിസ്ട്രിക്റ്റ്, ബഹുമാനപ്പെട്ട തോമസ് ശോമേല് 12 ഡിസ്ട്രിക്റ്റ്, ബഹുമാനപ്പെട്ട തോമസ് കുട്ടി സാറ് കല്ലറ പുത്തങ്കാവ് ഡിസ്ട്രിക്റ്റ്, ബഹുമാനപ്പെട്ട ബിൻസി ജേക്കബ് കൊച്ചമ്മ ഉമ്മയാറ്റ ഡിസ്ട്രിക്റ്റ്, ഈ 13 പേരെയും പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ മുഖ്യ താരങ്ങളായിരിക്കുന്ന പ്രൈവറ്റ് റെഗുലർ വിഭാഗങ്ങളിലായി 12ാം ക്ലാസ് പരീക്ഷ പാസ്സായ എല്ലാ വിദ്യാർത്ഥികളെയും, അത് അധ്യാപകരും പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്, എല്ലാവരെയും ഒറ്റ വാക്കിൽ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ പാഠ്യേതര വിഷയങ്ങളിൽ സോണൽ തലത്തിൽ, ഭദ്രാസന തലത്തിൽ, അതുപോലെ അഖിലമരംഗ അടിസ്ഥാനത്തിൽ A+ നേടിയ വിദ്യാർത്ഥികൾ അടക്കം 46 വിദ്യാർത്ഥികൾ ഇന്ന് സമ്മാനം വാങ്ങാൻ തൊക്കണം കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും നിങ്ങളുടെ നേട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് തുറന്നും വിജയം കൈവരിച്ച് ഭദ്രാസനത്തിൻ്റെ അഭിമാനമായി തീരുവാൻ തൊക്കണം ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്നിരിക്കുന്ന രക്ഷകർത്താക്കള്, അതുപോലെ പ്രധാന അധ്യാപകര്, പ്രിയപ്പെട്ട ഏവരും, പ്രത്യേകിച്ച് അതുപോലെ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗിഗറി അച്ഛന്, പ്രിയമുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്നും വിരമിക്കുകയാണ്. ഈ യോഗത്തിന് ഊഷ്മളമായ സ്വാഗതം അർപ്പിച്ച് സജി സാറിനോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനും ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ടിജു എബ്രഹാം അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആത്മീയ പിതാവും ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിനന്ദനായിരിക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത ഇന്നത്തെ കോൺവക്കേഷൻ സമ്മേളനത്തിന് മുഖ്യ സന്ദേശം നൽകുന്ന സർവാധീനനായിരിക്കുന്ന ജോൺ ഡി വർഗീസ് അച്ഛൻ, നമ്മുടെ മെത്രാസനത്തിന്റെ സെക്രട്ടറി ആദരണീയനായിരിക്കുന്ന പി കെ കോശി അച്ഛൻ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ മുൻകാല പ്രവർത്തകരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടറായിരുന്ന വന്യനായിരിക്കുന്ന ജേക്കബ് ഉമ്മൻ സാർ ഉൾപ്പെടെയുള്ള മുൻ ഭദ്രാസന സൺഡേ സ്കൂൾ കൗൺസിൽ അംഗങ്ങളെ, ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാരായിരിക്കുന്ന വന്യരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇപ്പോഴത്തെ സൺഡേ സ്കൂൾ ഡയറക്ടറായി സുദീർഘമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സജി പട്ടേൽ സാറ്, സെക്രട്ടറി ആയിരിക്കുന്ന സ്നേഹാദരവുകൾ നിറഞ്ഞിരിക്കുന്ന ശ്രീ കെ വി വർഗീസ് സാറ് ഉൾപ്പെടുന്ന സൺഡേ സ്കൂൾ കൗൺസിൽ അംഗങ്ങളെ, വിവിധ ദേവാലയങ്ങളിൽ നിന്ന് സന്നിഹിതരായിരിക്കുന്ന പ്രഥമ അധ്യാപകരെ, സൺഡേ സ്കൂളിലെ ശ്രേഷ്ഠരായിരിക്കുന്ന ഗുരുക്കന്മാരെ, ഞങ്ങളുടെ സന്തോഷവും കിരീടവുമായിരിക്കുന്ന കർത്താവിന്റെ പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ ആദരവുകൾ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീയ യാത്ര ആരംഭിക്കുന്നത് സൺഡേ സ്കൂൾ പഠനത്തോടു കൂടെയാണ്. നമുക്കറിയാം, ക്രിസ്തീയ സഭകളിലെ സൺഡേ സ്കൂളുകൾ, അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മറ്റു മതങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ മലങ്കര സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം വളരെ മികവോടെയാണ് ഇക്കാലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതിൽ അതിന്റെ പ്രവർത്തകരായിരിക്കുന്ന ഭാഗമായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട്: ദൈവവചനം വായിക്കുന്നവനും അത് കേൾക്കുന്നവനും അത് പാലിച്ച് നടക്കുന്നവനും ഭാഗ്യവാൻ എന്നുള്ളതാണ്. ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവവചനം വായിക്കുവാനും അത് കേൾക്കുവാനും അതോടൊപ്പം പഠിക്കുവാനും നമുക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ് സൺഡേ സ്കൂളിന്റെ അംഗങ്ങളായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നമുക്കറിയാം, ഒരു 12-13 വർഷക്കാലത്തെ സൺഡേ സ്കൂൾ പഠനത്തിന് ശേഷം സൺഡേ സ്കൂൾ കലാലയത്തിൽ നിന്ന്, ആത്മീയ പാഠശാലയിൽ നിന്ന് പടിയിറങ്ങുന്ന സന്ദർഭമാണ് ഇത്. ഒരു 12-13 വർഷക്കാലത്തെ നല്ല ഓർമ്മകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ തരുണത്തിൽ നിറഞ്ഞു വരുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇങ്ങനെ ഒരുപിടി നല്ല ഓർമ്മകളുമായി സൺഡേ സ്കൂൾ പഠനം പൂർത്തീകരിക്കപ്പെട്ട് ഇന്ന് കോൺവക്കേഷൻ സംബന്ധിക്കുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും ഇത് ഞങ്ങളുടെ സെൻഡ് ഓഫ് മീറ്റിംഗ് ആയിരിക്കും എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മിപ്പിക്കുന്നത്, ഇത് സൺഡേ സ്കൂളിന്റെ സെൻഡ് ഓഫ് മീറ്റിംഗ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സെൻഡ് ഓഫ്, ബട്ട് ഇറ്റ് ഈസ് എ സെൻഡിങ് ഓഫ് ടു ട്രാൻസ്ഫോം ദ വേൾഡ്. ഇത് നിങ്ങളെ സൺഡേ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കുന്ന മീറ്റിംഗ് അല്ല, മറിച്ച് ഒരു വലിയ നിയോഗം നൽകി നിങ്ങളെ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൽപ്പിച്ച് നിയോഗിക്കുന്ന ഒരു നിയോഗത്തിന്റെ തുടക്കമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നമുക്കറിയാം, പ്രാചീന ഭാരതത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നിരുന്നു. ഭാരതത്തിൽ അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിവരുന്ന കാലങ്ങളിൽ ഗുരുവിനോടൊപ്പം ഗുരുകുലത്തിൽ താമസിച്ചാണ് ശിഷ്യന്മാർ അറിവ് നേടിയിരുന്നത്. അങ്ങനെ അറിവ് സമ്പാദിച്ചുവെന്ന് ഗുരുക്കന്മാർക്ക് ബോധ്യപ്പെടുമ്പോൾ പാഠശാലയിൽ നിന്ന് ഇറങ്ങുന്ന ഇതുപോലെ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ഗുരു ശിഷ്യന്മാരോട് രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. അതിന്റെ പേര് തന്നെ സമാവർത്തനം എന്നുള്ളതാണ്. സംസ്കൃത പദത്തിലാണത് കാണുന്നത്. അതിന്റെ അർത്ഥവും ഇന്നത്തെ കോൺവക്കേഷൻ തന്നെയാണ്. ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലെയുള്ള ചില വേദപാഠ സത്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ പിന്നീട് പാലിക്കേണ്ടതായ സത്യങ്ങളാണ് ഗുരു ശിഷ്യന്മാർക്ക് സമാവർത്തനത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ പ്രധാനമായും ഗുരു ശിഷ്യന്മാർക്ക് ആ സമ്മേളനത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ സത്യം തൈത്തിരീയം ഉപനിഷത്തിലെ ചില സൂക്തങ്ങളാണ്. അത് ഇങ്ങനെയാണ്: സത്യം വദ ധർമ്മം ചര എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തെ അഭിമുഖീകരിക്കാനെ കൊണ്ട് പോവുകയാണ്. ആ പ്രായോഗിക ജീവിതത്തിൽ സത്യം മാത്രമേ എന്റെ നാവിൽ നിന്ന്
പുറപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം ധർമ്മം ചര, ഞാൻ ചരിക്കുന്നത് ജീവിക്കുന്നത് ധർമ്മത്തിലും നീതിയിലും അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതത്തിലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം വീണ്ടും ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില സൂക്തവാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു സൂക്തങ്ങളാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇതെല്ലാം തൈത്തിരീയ ഉപനിഷത്തിലെ വാക്യങ്ങളാണ്. ഇതാണ് അന്ന് ഈ സമ്മേളനത്തിൽ സമാവർത്തനത്തിൽ ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സൂക്തങ്ങൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ തിയററ്റിക്കൽ ലൈഫ് അവസാനിച്ച്, ഒരു പരിധിവരെ അവസാനിച്ച്, ഇനി നിങ്ങളെ പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തിലേക്ക് പോവുകയാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന പലരും പ്ലസ് 2 പഠനമൊക്കെ സെക്കുലർ ക്ലാസ്സുകൾ പൂർത്തീകരിച്ച് ഇനിയും ഹോസ്റ്റൽ ജീവിതം ആരംഭിക്കുന്നവരുണ്ടാകും. കേരളത്തിന് പുറത്തേക്ക് പഠനത്തിന് വേണ്ടി പോകുന്നവരുണ്ടാകും. അവിടെയൊക്കെ നിങ്ങൾ എന്താണ് സൺഡേ സ്കൂളിൽ പഠിച്ചത് എന്നുള്ളത് പ്രായോഗിക ജീവിതത്തിൽ അത് തെളിയുക എന്നുള്ളതാണ് ഇന്നത്തെ സൺഡേ സ്കൂൾ പഠനത്തിന്റെ അർത്ഥമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ലോകത്തിലെ വിവിധ കോണിലേക്ക് അയക്കുമ്പോൾ ഇതുപോലെ ഒരു കോൺവെക്കേഷൻ നടത്തിയാണ് അയക്കുന്നത്. അതിനുശേഷം യേശുതമ്പുരാൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യമുണ്ട്: ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഒരു ഗുരുവും ശിഷ്യന്മാർക്ക് ഇത്രമാത്രം വലിയ വാഗ്ദാനം നൽകിയിട്ട്, ലോകാവസാനത്തോളം നിങ്ങൾ പോകുന്നിടത്തൊക്കെയും, നിങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും, നിങ്ങൾ ഹോസ്റ്റലിൽ തനിച്ചായിരിക്കുമ്പോഴും, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളിലും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നുള്ള വാഗ്ദാനം. അതുകൊണ്ട് സൺഡേ സ്കൂൾ പഠനം ഒരു പരിധിവരെ പൂർത്തീകരിക്കപ്പെട്ട് ഇനിയും നിങ്ങൾ പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തിലേക്ക് പോകുമ്പോൾ സൺഡേ സ്കൂളിൽ നിന്ന് നിങ്ങൾ പഠിച്ച കർത്താവിനെ, നിങ്ങൾ കണ്ട ക്രിസ്തുവിനെ കൂടെ കൊണ്ടുപോകാൻ തക്കവിധത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആത്മീയ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ബേത്ലഹേമിലാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സൺഡേ സ്കൂൾ പഠനത്തിന്റെ ആദ്യ ക്ലാസ്സിനെ വിളിക്കുന്ന പേര് ബാലപാഠം ക്ലാസ് അല്ലെങ്കിൽ ബേത്ലഹേം എന്നുള്ളതാണ്. സത്യത്തിൽ ബേത്ലഹേമിലാണ് ഒരു ക്രിസ്തു പിറക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്, ക്രിസ്തീയ ജീവിതം പിറക്കുന്നത് ആ ബേത്ലഹേമിലാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ 12-13 വർഷങ്ങൾക്ക് മുമ്പ് ബാലപാഠത്തിലേക്ക് അല്ലെങ്കിൽ ബേത്ലഹേമിലേക്ക് വന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ആരും ഓർക്കുന്നുണ്ടാകുകയില്ല. അഭിമന്യ തീമോത്തിയോസ് തിരുമേനി സെമിനാരിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലയളവിൽ 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾ 1-ാം വർഷ സെമിനാരിയിൽ വന്നത് നിങ്ങളൊന്നും ഓർക്കുന്നുണ്ടാകുകയില്ല, അന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അന്നത്തെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ലോക ഫുട്ബോൾ ഇതിഹാസമായിരുന്ന മെസ്സി ലാമിൻ യാമലിനെ കുളിപ്പിക്കുന്ന ഒരു ചിത്രം ഇന്ന് വൈറലായതുപോലെ, അത് പഴയകാല ചിത്രങ്ങൾ എടുത്തു വെച്ചിരുന്നെങ്കിൽ ഇന്ന് പലതും വൈറലാകുമായിരുന്നു. ഇനിയും ഭാവി കാലങ്ങളിൽ സഭയുടെയും സമൂഹത്തിന്റെയും ഒക്കെ പ്രധാന നേതാക്കന്മാരായിട്ട് വരുമ്പോൾ അന്നത്തെ ഒരു ചിത്രം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പോകട്ടെ, അങ്ങനെ 1-ാം പാഠത്തിൽ നിന്ന് 2-ാം പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നസ്രയത്തിലേക്ക് പ്രവേശിക്കും. നസ്രയത്ത് നമുക്കറിയാം അനുസരണത്തിന്റെ കാലഘട്ടമാണ്. 1, 2, 3 ക്ലാസ്സുകൾ അറിയപ്പെടുന്നത് നസ്രയത്ത് എന്ന പേരിലാണ്. നസ്രയത്ത് ക്രിസ്തുവിനെ അനുസരണം പഠിപ്പിച്ചു കൊടുത്ത കാലഘട്ടമായിരുന്നു. അവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യേശുതമ്പുരാൻ നസ്രയത്തിൽ വന്ന് മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നുള്ളത്. നസ്രയത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് ഗലീലയിലേക്കാണ്. കർത്താവിന്റെ പരശുശ്രൂഷ കാലത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ഗലീലയിലാണ്. സൺഡേ സ്കൂൾ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കാലം സൺഡേ സ്കൂൾ പഠിക്കുന്നത് ഗലീലി വിഭാഗത്തിലാണ്. അത് 4-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള ദീർഘമായിരിക്കുന്ന കാലഘട്ടം ഗലീല കാലഘട്ടത്തിലാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവവിളി ലഭിക്കുന്നതും അവിടെ വെച്ചാണ്. ശിഷ്യന്മാരെ യേശുദമ്പുരാൻ വിളിച്ചത് ഗലീലയുടെ പ്രദേശങ്ങളിൽ വെച്ചാണ്. പ്രിയമുള്ളവർ, അവിടെ നിന്ന് നമ്മൾ യെരുശലേമിലേക്ക് വരുന്നു. യെരുശലേം കഷ്ടാനുഭവങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങൾ വിചാരിക്കും, ഞങ്ങളുടെ ഈ കൊച്ചുപ്രായത്തിൽ എവിടെയാണ് കഷ്ടാനുഭവം അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത്. ചില തിക്താനുഭവങ്ങൾ 8ഉം 9ഉം 10ഉം ക്ലാസ്സുകളാണ് യെരുശലേമിലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചതുപോലെ ജീവിതം പഠനം മുൻപോട്ട് പോയില്ല എന്ന് വിചാരിക്കുന്ന ചില കുഞ്ഞുങ്ങളെങ്കിലും ഇവിടെ ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും നിങ്ങൾക്കൊരു പക്ഷേ അല്പമൊക്കെ പരിഭവങ്ങൾ കേൾക്കേണ്ടി വന്നത് ഈ കാലഘട്ടത്തിലാകാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചില തിരസ്കരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതും ആ കാലഘട്ടത്തിലാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
അങ്ങനെ തിരസ്കരണത്തിൽ നിന്ന് സൺഡേ സ്കൂളിന്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന താബോറിലേക്ക് നമ്മൾ പ്രവേശിക്കും. 11 12 ക്ലാസ്സുകൾ അറിയപ്പെടുന്നത് താബോർ എന്ന വിഭാഗത്തിലാണ്. പ്രിയമുള്ളവരെ, ചില തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചില തേജസ്കരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. താബോറിന്റെ അനുഭവം അങ്ങനെയായിരുന്നല്ലോ. സൺഡേ സ്കൂൾ പഠന കാലയളവിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടമുള്ള ക്ലാസ് 11 12 ക്ലാസ്സുകളാണ്. കാരണം സൺഡേ സ്കൂൾ അധ്യാപകർ സാധാരണ ആ ക്ലാസ്സുകൾ വരാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞുകൂട്ടയോ എന്ന് ചോദിക്കുന്ന കാലയളവാണ്. ഞങ്ങൾ ഇവിടെ കൂടാരമടിച്ച് ഇനി സൺഡേ സ്കൂളിൽ നിന്ന് മടങ്ങിപ്പോകുന്നില്ല എന്ന ചിന്തകളും കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ മലമുകളിൽ മാത്രം താമസിക്കാനുള്ളവരല്ല എന്നുള്ളത്, നിങ്ങൾ താഴ്വാടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുള്ളത്. ഖലീൽ ജിബ്രാന്റെ വാചകം ഇങ്ങനെ ഇവിടെ ശ്രദ്ധേയമാണ്. എല്ലാവരും പറയുന്നു മലമുകളിലെ സന്യാസി വിശുദ്ധനാണെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, എപ്പോഴാണോ ഒരു സന്യാസി വിശുദ്ധിയുടെ പടവകൾ ഉപേക്ഷിച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്, അപ്പോൾ മാത്രമേ സന്യാസി വിശുദ്ധനാവുകയുള്ളൂ എന്നുള്ളത്. പ്രിയമുള്ളവരെ, സൺഡേ സ്കൂളിൽ പഠനം മാത്രം ഒതുങ്ങിക്കൂടാനല്ല നമ്മുടെ ജീവിതം. മറിച്ച് പഠിച്ച കാര്യങ്ങൾ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി സാധാരണപ്പെട്ടവരുടെ വേദനകളിൽ, കൂട്ടുകാരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂൾ പഠനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അനുഗ്രഹപ്രദമായി ഈ വർഷത്തെ കോൺവക്കേഷൻ നടത്തുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ നൽകിയ എല്ലാ കൃപകൾക്ക് മുൻപിൽ നമ്രശിരസ്കനായി നിന്നുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ വഴി നടത്തിയ എല്ലാവരെയും ദൈവസ്ഥാനത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനം വളരെ അനുഗ്രഹകരമായിട്ട് പ്രവർത്തിപ്പാൻ ഇടയാകുന്നതിന്റെ മുഖ്യ കാരണം അഭിമന്യ തിരുമനസിന്റെ പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥനയും നേതൃത്വവുമാണ്. പ്രത്യേകാൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഈ ബിരുദദാന ചടങ്ങിൽ അഭിമന്യ തിരുമനസിനോട് എല്ലാ പ്രിയപ്പെട്ടവരുടെയും സ്നേഹാദരവുകൾ ഈ തരുണത്തിൽ സമർപ്പിക്കുകയാണ്. മുൻകാല പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സൈസാർ ഓർമ്മപ്പെടുത്തിയതുപോലെ 2020-25 കാലഘട്ടം സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഭദ്രാസനത്തിന്റെ സുവർണ കാലഘട്ടമായിട്ട് പോലും വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട വിമലച്ചന്റെയും ജേക്കബ് മനസാറിന്റെയും അന്നത്തെ കൗൺസിൽ അംഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യം ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു. അങ്ങനെ മുൻകാല പ്രവർത്തകരും നിലവിലുള്ള പ്രവർത്തകരും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഈ ബിരുദദാനം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും അസുലഭമായിരിക്കുന്ന സന്ദർഭമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ദീക്ഷാപ്രസംഗ വാക്കുകൾ ഉപകരിക്കുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അച്ഛന്റെ വാക്കുകൾക്ക് നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ ഈ കോൺവക്കേഷൻ ചടങ്ങിന്റെ ഏറ്റവും അനുഗ്രഹീതവും സുപ്രധാനവുമായ നിമിഷത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഈ പുണ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദരണീയനായ മെത്രാപ്പൊലീത്തയും ചെങ്ങന്നൂർ ഭദ്രാസനാധിപനുമായ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമനസിനെ ഭക്തി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കോൺവക്കേഷൻ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ടിജു എബ്രഹാം അച്ഛൻ, ഇന്ന് കോൺവക്കേഷൻ അഡ്രസ് നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ജോൺ ടി വർഗീസ് അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി പി കെ കോശിയച്ഛൻ, സൺഡേ സ്കൂൾ ഡയറക്ടർ സജി പട്ടരമഠം, അതുപോലെ തന്നെ സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമാൻ കെ വി വർഗീസ്, മുൻ ഡയറക്ടറും നമ്മുടെ മാർ അത്തനേഷ്യസ് കമ്മ്യൂണിറ്റി കോളേജിൻ്റെ ഫിനാൻസ് ഡയറക്ടറുമായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് ഉമ്മൻ സാറ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, സൺഡേ സ്കൂളിൻ്റെ വൈസ് പ്രസിഡന്റ്മാർ, സെക്രട്ടറിമാർ, ഇൻസ്പെക്ടർമാർ, പ്രധാന അധ്യാപകർ, ഞങ്ങളുടെ അഭിമാനം ആയിരിക്കുന്ന, ഭാവിയുടെ വാഗ്ദാനമായിരിക്കുന്ന വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിവിധ നിലയിൽ പ്രാവീണ്യം തെളിയിച്ച് സമ്മാനം വാങ്ങിക്കുവാനായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ വിവിധ തലങ്ങളിൽ നേതൃത്വം വഹിക്കേണ്ട ഒരു പറ്റം സഹോദരീ സഹോദരന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്ന് ഒരുപാട് പേര് വിദേശങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്നാലും
അതുപോലെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഞാൻ ഇംഗ്ലണ്ടിൻ്റെ ചുമതല വഹിക്കുമ്പോൾ അവിടെ ഒരു 20-ൽ താഴെ ഇടവകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 50-ലധികം ഇടവകൾ വരത്തക്ക വരണം. അതുപോലെ ആളുകൾ അവിടെ വിവിധ പട്ടണങ്ങളിൽ വന്നു ചേരുന്നു. അവിടെ ഇതുപോലെ സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നതെന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സൺഡേ സ്കൂളിൻ്റെ 12 വർഷത്തെ അഭ്യസനം പൂർത്തിയായി. ഇനിയും അതിൻ്റെ പ്രായോഗിക പരിശീലനത്തിലേക്ക്, അനുഭവത്തിലേക്ക് നീങ്ങുന്ന സഹോദരങ്ങൾക്ക് എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ടു ബി സ്റ്റഡീഡ്, ഇറ്റ് ഈസ് ടു ബി എക്സ്പീരിയൻസ്ഡ്. നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ പ്രായോഗികമാക്കേണ്ട കാര്യമാണ്. മസ്തിഷ്കത്തിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ല. പരീക്ഷയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട്. ഉടനെ പരിചയപ്പെടുത്തിയപ്പോഴും വിദ്യാർത്ഥികളുടെ സമരത്തെ അല്ല ഞാൻ അനുകൂലിച്ചത്. അവർ ഉയർത്തുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ മത്സര പരീക്ഷകളിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ചോദ്യപേപ്പർ വിറ്റ് ഒന്നും പഠിക്കാത്തവൻ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകുമ്പോൾ ജീവിതം മുഴുവൻ ഹോമിക്കുന്ന കുഞ്ഞുങ്ങൾ നിരാശരായിത്തീരുന്നു എന്നുള്ള വലിയൊരു ഫ്രസ്ട്രേഷനാണ് അവിടെ ആ കുഞ്ഞുങ്ങൾ ഉയർത്തിയത്. അത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. PSCയുടെ എക്സാമിനാണെങ്കിലും എല്ലാ സെൻട്രൽ എക്സാമിനേഷൻസിലും ഈ ചോർച്ച സംഭവിക്കുന്നു. അതുകൊണ്ട് 250-ലധികം ചോർച്ചയെക്കുറിച്ച് അവർ പറഞ്ഞു. അതൊക്കെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് കാശുണ്ടാക്കുകയാണ്. അതിനെ ലഘുവായിട്ട് കാണുവാനൊക്കുകയില്ല. അപ്പോഴതുപോലെയുള്ള പരീക്ഷകളിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് ജീവിത പരീക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഇനി നിങ്ങൾ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭങ്ങളാണ്. അതിന് കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അവരെ പരിപാലിക്കുന്ന വലിയ ശ്രമകരമായ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരീക്ഷകളിൽ ഈ അറിവ് നിങ്ങളെ താങ്ങി നിർത്തുന്നതായിരിക്കണം. അഭിമാനകരമായി, സന്തോഷകരമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. നമുക്കറിയാം, ഇന്ന് ഓലയിലൊക്കെ എഴുതുന്ന പരിപാടികളൊന്നുമില്ല. അത് അന്ന് വലിയ ഒരു സംഭവമാണ്. എല്ലാവരുടെയും അപ്പനോ അമ്മയോ ഉപ്പാപ്പന്മാരോ സഹോദരങ്ങളോ ഒക്കെ ചേർന്ന് ആശാന്റെ അടുക്കൽ കൊണ്ടു ചെന്ന് കഴിയുമ്പോൾ ആശാൻ നമ്മുടെ തള്ളവിരൽ കൊണ്ട് നിലത്ത് ആദ്യത്തെ അക്ഷരം എഴുതിക്കും. ഇവിടെ ഇരിക്കുന്നവരാരും അങ്ങനെ ഓലയിലോ നിലത്തോ ഒക്കെ എഴുതിയവരുണ്ടോ? ഉണ്ടോ? നിലത്ത് എഴുതി പഠിച്ചവരുണ്ടോ? ഇല്ല. എല്ലാം സ്ലേറ്റിലും കമ്പ്യൂട്ടറിലും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ബയോമെട്രിക്ക് വളരെ യുണീക്കായിട്ടുള്ള ഒരു മാർക്ക് ഇവിടെ ഉണ്ട്. അത് റേഷൻ കടയിൽ ചെല്ലുമ്പോഴും എയർപോർട്ടിൽ ചെല്ലുമ്പോഴും ഒക്കെയാണ് അതിൻ്റെ പ്രയോജനം. ദൈവമേ, 850 കോടി ജനങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ലാത്ത വരകളുള്ള ഒരു ബാർകോഡ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാ ഈ ഭൂമിയെ സ്പർശിച്ച് നമ്മൾ ആദ്യത്തെ അക്ഷരം എഴുതുകയാണ്. ആ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ചേർത്ത് ആശയങ്ങളും ഒക്കെ രൂപപ്പെടുത്തി ഇന്ന് നല്ല മിടുക്കരായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, വാട്സപ്പിലൂടെ സന്ദേശങ്ങളൊക്കെ അയക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ വാതായനം നമുക്ക് തുറന്നു തന്നു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ സാഹചര്യവും അനുസരിച്ച് ഒരു വലിയ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചിലരൊക്കെ പകുതി വഴിക്ക് താണുപോകും. എന്നാൽ ചിലർ അവിടെ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ അറിവുകളിലേക്ക് പ്രവേശിക്കും. അറിവ് വർദ്ധിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഗുണം എന്തുവാ? നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, ഫലങ്ങൾ വർദ്ധിക്കുമ്പോൾ മരങ്ങൾ ഒന്നും ഓർക്കുന്നില്ല പരീക്ഷ. ഫലങ്ങൾ വർദ്ധിക്കുമ്പോൾ വൃക്ഷങ്ങൾ താഴും. അതുകൊണ്ട് നമ്മുടെ അറിവ് വർദ്ധിക്കുമ്പോൾ
നമുക്ക് താഴ്മയുണ്ടാകണം, വിനയമുണ്ടാകണം. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ ബഹുമാനിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തൊറ്റയ്ക്കല്ല, ഒരു വലിയ സംഘത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിടയ്ക്ക് തോന്നും നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ മുറി അടച്ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ്. പക്ഷേ നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മൾ വി ആർ കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്കിലാണ് നമ്മുടെ മൊബൈൽ ബന്ധിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ അതിനേക്കാൾ വലിയൊരു നെറ്റ്വർക്കിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കയ്യിലുള്ള കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ നല്ല മനോഹരമായ കൈയാണ്, കടിച്ചു തിന്നാൻ തോന്നും. പക്ഷേ അവൻ പ്രായമാവുമ്പോൾ ദർ ഈസ് എ യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് മാർക്ക്. അത് ദൈവം നമുക്ക് തരുന്ന ഒരു ബാർകോഡാണ്. ഇതേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഈ വലിയ വാതായനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ, ഗുരുക്കന്മാരെയൊക്കെ ഓർക്കണം. ഈ അടുത്ത സമയത്ത് പരുമലയിൽ നടന്ന ഒരു കോൺഫറൻസിൽ വളരെ രസകരവും അതിനേക്കാൾ ഉപകാരപ്രദവുമായ ഒരു ധ്യാന രീതിയെക്കുറിച്ച് പറഞ്ഞു. ആ ധ്യാനം അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചു. പക്ഷേ 1-2 ദിവസം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മാധുര്യം മനസ്സിലാകുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ 2 കൈയും ഈ അടിവയറിനോട് ചേർത്ത് അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണടച്ച് നിങ്ങളുടെ അമ്മയെ ധ്യാനിക്കുവാൻ പറഞ്ഞു. 9 മാസം നമ്മളെ വയറ്റിൽ ചുമന്ന് തീയിലും വെള്ളത്തിലും മറ്റ് അപകടങ്ങളിലൊന്നും പെടാതെ സംരക്ഷിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ഒരുപാട് സന്തോഷിച്ച് നമുക്ക് വേണ്ടി ജീവിതം ഹോമിച്ച അമ്മയെ ഓർക്കാൻ പറഞ്ഞു. അമ്മയുടെ വിവിധ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു, നെഞ്ചത്തോട്ട് കൈകൾ അമർത്തിയിട്ട് നിങ്ങളുടെ അപ്പനെ ഓർക്കാൻ പറഞ്ഞു. അപ്പൻ കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണല്. അപ്പനോട് ക്ഷമ ചോദിക്കുവാൻ, അപ്പാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള പ്രാർത്ഥന ഉരുവിടുവാൻ പറഞ്ഞു, കണ്ണടച്ചുകൊണ്ട്. എല്ലാം 1-2 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ നെറ്റിയിലേക്ക് കൈ അമർത്തിക്കൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും ഓർക്കാൻ പറഞ്ഞു. 5ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ആരാണ് എനിക്കറിയാൻ പാടില്ല, ചിലരെ മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളൂ. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും ഒരുപാട് ഗുരുക്കന്മാരുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അവരോട് പറയുകയാണ്, അല്ലയോ ഗുരുക്കന്മാരെ, ഞങ്ങളോട് ക്ഷമിക്കണം, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും അവസാനം തലയിൽ കൈ അമർത്തിക്കൊണ്ട്, നമ്മുടെ ബുദ്ധിയുടെ കേന്ദ്രമാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ എല്ലാം അടിസ്ഥാനം അവിടെയാണ്. റാഷണൽ തിങ്കിങ്ങും അതുപോലെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ്ങും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ്. അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ജീവിതയാത്രയിൽ എന്നെ മുന്നോട്ട് നയിക്കുവാൻ നീ എനിക്ക് അനുഗ്രഹം പകരണമേ എന്ന്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന പാരഡിം അനുസരിച്ച് ഈ പിതാക്കന്മാരെയെല്ലാം, അമ്മയെയും അപ്പനെയും ഗുരുക്കന്മാരെയും ദൈവത്തെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കട്ടിലയിലിരുന്ന് 5 മിനിറ്റേ എടുക്കുകയുള്ളൂ. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഇൻഡ്യൂഷൻ ലഭിക്കും. പിതാവിൻ്റെ ഓരോ ഉപദേശങ്ങൾ വ്യത്യസ്തമായി നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഗുരുക്കന്മാരുടെ വിവിധ ചിത്രങ്ങൾ, വിവിധ അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിനൊക്കെ മകുടം ചൂടുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവാനുഗ്രഹം. നിങ്ങൾ എവിടെ ചെന്നാലും രക്ഷപ്പെട്ടു പോകണമെങ്കിൽ നിങ്ങളുടെ പഠിത്തമോ നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ പണമോ ഒന്നും ഉപകരിക്കുകയില്ല. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം പൂർണ്ണതയിലെത്തുകയുള്ളൂ. അത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ അറിവ് വർദ്ധിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട വിനയം. അതുകൊണ്ട് ജീവിത യാത്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാട്ട് യു ആർ ലേൺഡ് ഈസ് നോട്ട് ഫോർ യുവർ ബ്രെയിൻ. ഇത് മനസ്സിൽ നമുക്കറിയാം. കർത്താവിൻ്റെ പിതാവിൻ്റെ പേരെന്തുവാ അത് അറിയാം. അവന് അവിടെ പോയോ ഇവിടെ പോയോ ഇതൊക്കെ ക്വിസ് മത്സരത്തിൽ നമുക്കറിയാം. ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, കാറ്റ് വന്നപ്പോൾ പ്രാർത്ഥിച്ചു, വെള്ളം താണത് കാര്യം എല്ലാം ഒക്കെ അറിയാം. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പടകിലുള്ള കർത്താവിനെ വിളിക്കുവാൻ നമുക്ക് തോന്നണം. പടകിലുള്ള കർത്താവിനോട് അഭിപ്രായം ചോദിക്കുവാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിക്കും
ഇപ്പോൾ അച്ഛൻ ഓർമ്മപ്പെടുത്തി, കണ്ടാലും ലോകാവസാനം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരേ ഒരു ഗുരു മാത്രമാണ്. മഹാനായ അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഡയോജനിസിൻ്റെ അടുത്ത് വളരെ ആദരവോട് പറഞ്ഞു, ഞാൻ ചക്രവർത്തിയായ അലക്സാണ്ടറാണ് എന്ന് പറഞ്ഞ് ചെന്ന് മുട്ടുകുത്തി ഗുരുവിൻ്റെ അടുത്ത്. എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വെളിച്ചം തടയാതെ മാറി നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം മാറി അവിടെ നിന്ന് അല്പസമയം ശാന്തമായിരുന്ന് അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഫിലിപ്പ് ചോദിച്ചു, ഈ ഗുരുവിനെ ഇത്ര ആദരവോടെ നീ കൈകാര്യം ചെയ്യുന്നത് എന്താണ്? അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ ഈ ലോകത്തേക്ക് എന്നെ കൊണ്ടുവന്നുവെങ്കിൽ എൻ്റെ ഗുരുക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എന്നെ ഉയർത്തുന്ന കതവ് തുറന്നു തന്നവരാണ്. അവരുടെ പാതയെ അവലംബിക്കുവാൻ, അവരുടെ ജീവിത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഒക്കെ കഴിയണം. അതുകൊണ്ട് ഭാവി തലമുറയുടെ ഒരു വലിയ വാഗ്ദാനമായി ഇനിയും വിവിധ മേഖലകളിൽ യുവജന പ്രസ്ഥാനത്തിലും സ്ത്രീ സമാജത്തിലും മറ്റ് പല മേഖലകളിലും നേതൃപരിശീലനത്തിൽ നേതൃത്വ നിരയിലേക്ക് നിങ്ങളെല്ലാവരെയും കാണുകയാണ്. നമുക്ക് നമ്മുടെ ഭദ്രാസനത്തിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയ വിവരം നിങ്ങൾക്കൊക്കെ അറിയാം. മെൻ്റലി റിട്ടാർഡായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നിങ്ങളുടെ അത്രയും കഴിവില്ലാത്ത ആളുകളെ 10-20 കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ്. നമ്മുടെ ഭദ്രാസനത്തിൻ്റെതായ ഒരു കമ്മ്യൂണിറ്റി കോളേജ്, മാർ അത്തനേഷ്യസ് കമ്മ്യൂണിറ്റി കോളേജ് എന്ന് പറഞ്ഞ് ഒരെണ്ണം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോഴ് ഒരു 200-ലധികം പേര് വിവിധ കോഴ്സുകൾ പഠിച്ച് ഇറങ്ങുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് വലിയ ബഹളം കൂടാത്തതുകൊണ്ട് അധികം ആളുകൾ അറിയുന്നില്ല. അവിടെ സ്റ്റുഡൻസ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾ ചിലരെയൊക്കെ അവിടെ വോളണ്ടിയേഴ്സായിട്ട് ആവശ്യമുണ്ട്. എല്ലാവരെയും ശമ്പളം കൊടുത്ത് നമുക്ക് നിയമിക്കാനൊക്കുകയില്ല. നിങ്ങൾ ഒരു മാസം അവിടെ ശുശ്രൂഷിക്കുവാൻ ആ സർട്ടിഫിക്കറ്റ് വലിയ വിലയുള്ളതാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ, ആ കുഞ്ഞുങ്ങളെ പരിചരിക്കുവാൻ, അത് ജീവിതത്തിലും ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള പല വോളണ്ടിയേഴ്സിനെ ഭദ്രാസനത്തിന് ആവശ്യമുണ്ട്. വിവിധ നിലയിൽ നിങ്ങളെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ടുള്ള പഠിത്തം, അറിവുകൾ അത് ജീവിതത്തിൻ്റെ പരീക്ഷയിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. മലങ്കര സഭ നിങ്ങളെ കൊണ്ട് അഭിമാനം കൊണ്ട് നിറയുകയാണ്. ചെങ്ങന്നൂർ ഭദ്രാസനം അഭിമാനം കൊണ്ട് നിറയുകയാണ്. ഇത്രയും അതിൻ്റെ മക്കൾ അതിൻ്റെ പ്രായോഗിക പരിശീലനം പൂർത്തിയായി ഇപ്പോൾ ജീവിത മേഖലകളിലേക്ക് പ്രവേശിക്കുകയാണ്. യു ആർ സെൻഡ് ഔട്ട് ആസ് എ മിഷണറീസ്. നിങ്ങൾ എവിടെ ചെന്നാലും ഈ പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കട്ടെ, ജീവിതത്തിന് ദിശാബോധം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇന്ന് ഈ 12ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. ഭദ്രാസനത്തിൻ്റെതായ എല്ലാ വിവിധ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെയൊക്കെ സഹായം ഇനിയും ആവശ്യമുണ്ട്. ആ വിധത്തിൽ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചിലതൊക്കെ പെട്ടെന്ന് കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുവാൻ തക്കവണ്ണം ഈ അറിവ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും നേരുന്നു. ഭാവിയിൽ നിങ്ങളെയൊക്കെ ജീവിത വിജയം കൈവരിച്ചവരായി കണ്ടെത്തുവാൻ, കുടുംബജീവിതത്തിൽ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുന്നവരായി കണ്ടെത്തുവാൻ, സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ശ്രേഷ്ഠമായ നിലയിൽ പ്രശോഭിക്കുന്നവരായി കണ്ടെത്തുവാൻ മലങ്കര സഭയ്ക്ക്, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്, ബലഹീനായ എനിക്ക് അങ്ങനെ കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ വിജയത്തിന് പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച സൺഡേ സ്കൂളിൻ്റെ കേന്ദ്ര പ്രവർത്തകർ, അധ്യാപകർ, പ്രധാന അധ്യാപകർ, നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അവർക്കെല്ലാം ദൈവം തമ്പുരാൻ സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഈ കോൺവക്കേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുമനസിൻ്റെ അനുഗ്രഹപൂർണമായ സന്ദേശത്തിന് നന്ദി അറിയിക്കട്ടെ. ഈ യോഗം, ഈ ചടങ്ങ് തിരിതെളിയിച്ച്
ഉദ്ഘാടനം ചെയ്യുന്നതിനായി അഭിമന്യ തിരുമനസിനെയും എല്ലാ വൈദികരെയും വിശിഷ്ട വ്യക്തികളെയും ക്ഷണിക്കുന്നു. നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു, വെളിവിയണിയഖില ധാരമതാ വെളിവും നീ കാദ്യാനങ്ങളിനി താരൻ കതിരേ ശോഭിപ്പിക്കെന്നും കാദ്യാനങ്ങളിനി താരൻ കതിരേ ശോഭിപ്പിക്കെന്നും. നമുക്ക് ഏവർക്കും ഇരിക്കാം. പട്ടാഴി തെക്കേതേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി, കൊല്ലം ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി, ധ്യാനഗുരു, അനുഗ്രഹീത പ്രഭാഷകൻ, കൺവെൻഷൻ വേദികളിൽ നിറസാന്നിധ്യം ശ്രദ്ധേയനായ എഴുത്തുകാരനുമായ ബഹുമാനപ്പെട്ട ജോൺ ടി വർഗീസ് അച്ഛനെ മുഖ്യപ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ഗുരുനാഥൻ, നമ്മുടെ മെത്രാസനത്തിൻ്റെ ആശയും പ്രചോദനവും പിതാവുമായ അഭിവന്യ തിമോത്തിയോസ് തിരുമേനി, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിലെ സ്നേഹാദരണീയരായ ചുമതലക്കാർ, ബഹുമാനപ്പെട്ട ടിജു എബ്രഹാം അച്ഛനും പ്രിയപ്പെട്ട സജി പട്ടിരിമഠം അവர்களுം പ്രിയപ്പെട്ട കെ വി വർഗീസ് സാറും ഉൾപ്പെടെ മെത്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട പി കെ കോശിയച്ഛൻ ഉൾപ്പെടെ ഈ വേദിയുടെ, പ്രൗഢമായ വേദിയുടെ അലങ്കാരമായിരിക്കുന്ന, അഭിമാനമായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഈ ദിവസം കോൺവൊക്കേഷന് വേണ്ടി കടന്നു വന്ന് വളരെ മനോഹരമായ അധ്യക്ഷ പ്രഭാഷണത്തിൽ നാം കേട്ടതുപോലെ ഒരു പുതു ദൗത്യത്തിലേക്ക് നിയോഗങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട എല്ലാവരും, മാതാപിതാക്കൾ, സഹോദരങ്ങളെ, വിസ്താര ഭയത്താൽ ഞാൻ എല്ലാവരുടെയും പറയേണ്ടതുപോലെ പേരുകളൊന്നും പറയുന്നില്ല എന്നെനിക്കറിയാം. നമുക്ക് ഈ സമയം വളരെ വിലപ്പെട്ടതാണല്ലോ. എല്ലാവരെയും ഞാൻ വളരെ ആദരപൂർവ്വം പ്രണമിക്കുന്നു. ഈ പ്രൗഢമായ വേദിയും ഈ നിയോഗവും ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് എത്ര ആലോചിച്ചിട്ടും ഞാനിവിടെ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. നമുക്കൊരുമിച്ച് നിന്നായിരിക്കുന്നു. നമ്മുടെ മക്കൾ അവർ വേറിട്ട ഒരു വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നു. വേറിട്ട അനുഭവങ്ങളോടെ അവർ മടങ്ങുന്നു.
ഇനി സമയത്ത് പെട്ടെന്ന് ഓർത്തുപോയ ഒരു സംഭവത്തിലാണ് ഈ നിമിഷങ്ങളിലെ ഈ വിചാരങ്ങളെ ഞാനൊന്ന് ചേർത്ത് പിടിക്കുന്നത്. ഒരു സൺഡേ സ്കൂൾ ക്ലാസിന്റെ കഥയാണ്. അതേതാണ്ട് 300 വർഷം മുമ്പാണ്. 300 വർഷം മുമ്പെന്ന് പറയുമ്പോൾ അന്ന് ഈ പള്ളികളോട് ചേർന്ന് പരിശുദ്ധ ആരാധനയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു 40 മിനിറ്റത്തെ പരിപാടിയല്ല. യൂറോപ്പിലും പാശ്ചാത്യ ഇടങ്ങളിലും ഈ കിഴക്കുമൊക്കെ സൺഡേ സ്കൂളുകൾ മാത്രമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് കുറെ സൺഡേ സ്കൂളുകൾ നടത്തിയിരുന്ന ഒരു മനുഷ്യൻ. സൺഡേ സ്കൂളുകൾ അദ്ദേഹത്തിന്റെ ടേസ്റ്റാണ്, കുട്ടികളുടെ ഇടയിലെ ശുശ്രൂഷ. ഈ കാലഘട്ടത്തിന്റെ എടുപ്പും കമാനങ്ങളും ഒന്നുമുള്ള ഒരു കാലമല്ല. ഈ മനുഷ്യൻ ഒരു 4-5 സൺഡേ സ്കൂളുകളെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് ബ്ലാക്ക് എന്നാണ്. ജെയിംസ് ബ്ലാക്ക് എന്നാണ്. അദ്ദേഹം ഒരിക്കലും ഒരു വഴിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, വളരെ മെലിഞ്ഞ ഒരു ശരീരം, എല്ലുന്തിയ കവിളുകൾ, ദൈന്യതയാർന്നൊരു മുഖം, ഒരു കൊച്ചു കുഞ്ഞ്, 7-8 വയസ്സുണ്ടാവാം. ഈ മോളെ കണ്ടിട്ട് 2 ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു ജെയിംസ് ബ്ലാക്ക്. ഈ കുഞ്ഞിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ആ കുഞ്ഞിന് വീട്ടിൽ പോയി. ഒരു ചോർന്നൊലിക്കുന്ന കൂരയാണ്. ഈ കുഞ്ഞിനെ തന്റെ സൺഡേ സ്കൂളിലേക്ക് ക്ഷണിച്ചു. ഈ കുഞ്ഞിനെ ഈ ജെയിംസ് ബ്ലാക്ക് അടുത്തുള്ള ഒരു സൺഡേ സ്കൂളിൽ കൊണ്ടുപോയി. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഇരുത്തി. അവൾക്ക് പുസ്തകങ്ങൾ കൊടുത്തു, വർണ്ണാഭമായ ഉടുപ്പുകൾ കൊടുത്തു. അവൾ പഠിച്ചു, മിടുക്കിയാണ്. വളരെ ദരിദ്രമായ ചുറ്റുപാടാണ്, പക്ഷെ അവൾ മിടുക്കിയാണ്. മാസം 2-3 കഴിഞ്ഞു. ആ ക്ലാസ്സിലെ ടോപ്പായിട്ട് അവൾ മാറി. യേശുവിനെ അവളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അവൾ വളരുന്നൊരു കുഞ്ഞാണ്. എല്ലാ ദിവസവും സൺഡേ സ്കൂളിൽ വരും. ഹാജർ ബുക്കിലെ ആദ്യത്തെ പേരും അവളുടേത് തന്നെ. ഈ ജെയിംസ് ബ്ലാക്ക് എന്നും ഈ സൺഡേ സ്കൂളിലല്ലോ, മാറിയുള്ള സൺഡേ സ്കൂളുകളിലൊക്കെ പോകും. അദ്ദേഹം ഈ സൺഡേ സ്കൂളിലേക്ക് ഒരു ദിവസം മടങ്ങി വന്നപ്പോൾ ഈ പ്രിയപ്പെട്ട കുഞ്ഞ ക്ലാസ്സിലില്ല. ഹാജർ ബുക്ക് എടുത്ത് പേര് വിളിച്ചു, അറ്റൻഡൻസ് വിളിച്ചപ്പോൾ അവളില്ല. കഴിഞ്ഞ 2 ആഴ്ചയായി അവളുടെ അറ്റൻഡൻസിന്റെ സ്ഥാനത്ത് ആബ്സെന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. ആ കുട്ടിയെ തേടി ഈ ജെയിംസ് എന്ന് പറയുന്ന മനുഷ്യൻ അവളുടെ വീട്ടിലേക്ക് പോയി. നടന്നു പോകണം ഏറെ ദൂരം. അവിടെ ചെന്നപ്പോൾ ആരും കണ്ടില്ല, ആരെയും കണ്ടില്ല. ഇങ്ങനെയുള്ള അധ്യാപകർ മനോഹര രൂപികളായ അധ്യാപകരാണ്. ബിയോണ്ട് ദ കരിക്കുലം, ബിയോണ്ട് ദ ക്ലാസ് റൂം. അവളെ തേടി സാർ പോയി. അവിടെ ചെന്നപ്പോ അടഞ്ഞുകിടക്കുന്നൊരു വീട്. വീടിന്റെ പുറകിലേക്കൊക്കെ ചെന്ന് നോക്കി. പച്ചമണ്ണിന്റെ മണം മാറാത്തൊരു മൺകൂന, വാടിയ പൂക്കൾ ആ മണ്ണിൽ ഉണ്ട്. എന്തോ ഇവിടെ ആരെയോ ഒന്ന് അടക്കിയിട്ടുള്ളത് പോലെ. ജെയിംസ് ബ്ലാക്കിനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം ഇവിടെ അന്വേഷിച്ചു. ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എന്റെ സൺഡേ സ്കൂളിൽ വരുമായിരുന്നു. പക്ഷെ അവൾ 2 ആഴ്ചയായി വരുന്നില്ല. അപ്പനെയും അമ്മയും ഇവിടെ കാണുന്നില്ല, അവരിവിടെ പണിക്ക് പോയിട്ടുണ്ട്. അയലത്തുള്ള ഒരാൾ പറഞ്ഞു, സാർ അന്വേഷിക്കുന്നൊരു ഇങ്ങനെയൊരു കുട്ടിയല്ലേ? അതെ സാറേ, അവൾക്ക് ന്യൂമോണിയ ആയിരുന്നു, മരണപ്പെട്ടു. ഒരു 4 ദിവസമായി. അവൾ മരണപ്പെട്ടു. ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ മണ്ണിന്റെ മണം മാറാത്ത, പച്ചമണ്ണിന്റെ മണം മാറാത്ത കുഴിമാടത്തിന്റെ മുമ്പിൽ ഈ അധ്യാപകൻ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ നിന്ന് ആ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്, എന്റെ സൺഡേ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനി, എല്ലാ ആഴ്ചയും ആദ്യത്തെ പേര് അവളുടേതാണ് വിളിക്കുക. അവൾ കൈ ഉയർത്തി പ്രസന്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി അവളുടെ പേർ വിളിക്കാൻ അവൾ ബാക്കിയില്ല. ജെയിംസ് ബ്ലാക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് അടർന്നൊഴുകി ആ മണ്ണിലേക്ക് വീണു. അടുത്ത നിമിഷം ഈ സാറ് കണ്ണുനീർ തുടച്ചിട്ട് പോക്കറ്റിൽ നിന്നൊരു കടലാസിൽ ആ കുഴിമാടത്തിന്റെ, തന്റെ പ്രിയ വിദ്യാർത്ഥിനിയുടെ കുഴിമാടത്തിന്റെ അടുത്ത് നിന്ന്
ഒരു പേന കൊണ്ട് കുറിച്ചൊരു വരിയുണ്ട്, when the trumpet of the Lord shall sound. അങ്ങനെയാണ് ആ വരി ആരംഭിക്കുന്നത്. അതൊരു പാട്ടായി, ഒരു ക്ലാസ് മുറിയിൽ പൂത്തിറങ്ങിയ പാട്ടായി, ഒരു അധ്യാപകന്റെ സിലബസിന് അപ്പുറത്തേക്കുള്ള യാത്രകളിൽ രൂപം കൊണ്ട പാട്ടായി. അത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അനേകരുടെ സങ്കടത്തെ സൗഖ്യപ്പെടുത്തുന്ന, മുറിവുണക്കുന്ന മരുന്നായി മാറി. ആ പാട്ട് മലയാളത്തിലേക്ക് വന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം പാട്ട്. ആ പാട്ടിങ്ങനെയാണ്. ഒരുപക്ഷെ മരണവീടുകളിലൊക്കെ പാടാറുണ്ട്. ഒരു സൺഡേ സ്കൂൾ ക്ലാസ് മുറിയിൽ വിരിഞ്ഞ പാട്ടായതുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഈ വരികളാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ, അറിയാവുന്നവർ കൂടെ പാടാം. നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ. സാർ എഴുതുന്നത് എങ്ങനെയാണ്? ഇനി എന്റെ ക്ലാസ് മുറിയിൽ, എന്റെ സൺഡേ സ്കൂളിൽ പേര് വിളിക്കുമ്പോൾ അവളില്ല, പക്ഷേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ഒരു സൺഡേ സ്കൂളിന്റെ അധ്യാപകന്റെ രജിസ്റ്ററിൽ നിന്ന് രൂപപ്പെട്ട പാട്ടാണ്. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. സിലബസിനേക്ക് പുറത്തേക്ക് യാത്ര ചെയ്ത ഒരു അധ്യാപകന്റെയും തന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന യേശുവിനെ മാറോട് ചേർത്ത് പിടിച്ചൊരു കുട്ടിയുടെയും കഥയാണ്. കഥയല്ല, അനുഭവമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്ന അധ്യാപകരോടും കോൺവൊക്കേഷൻ സ്വീകരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോടും പറയുന്നത്, നിങ്ങൾക്ക് ഏത് ബസ്സിൽ വേണമെങ്കിലും ഇരിക്കാം. പ്രിയദർശിനിയിലിരിക്കാം, വേണാടിൽ കയറിയിരിക്കാം, സൂപ്പർ ബസ്സിലിരിക്കാം, പ്രൈവറ്റ് ബസ്സിൽ വരുന്ന സ്കൂളിലേക്ക് പോവാം. പക്ഷെ ഒരു ബസ്സിൽ മാത്രം നിങ്ങൾ കയറിയിരിക്കരുത്. അവിടെ കമ്പിയെ പിടിച്ചോണ്ട് നിൽക്കുക ചെയ്യാവൂ. അതേത് ബസ്സാണെന്ന് ആർക്കെങ്കിലും പറയാം? അധ്യാപകർക്ക് പറയാമോ? അത് വേണാടോ, പ്രിയദർശിനിയോ, സൂപ്പർ ഫാസ്റ്റോ, പ്രൈവറ്റ് ബസ്സോ അല്ല, സിലബസാണ്. പ്രിയ അധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, സിലബസിൽ ഇരിക്കാനുള്ളതല്ല, അതിൽ ചവിട്ടി നിന്നുകൊണ്ട് യാത്ര ചെയ്യാനുള്ളതാണ്. കരിക്കുലം അനുസരിച്ചാണെങ്കിൽ ദേ ഈ വിതരണം ചെയ്യുന്ന സർട്ടിഫിക്കറ്റോടുകൂടെ നിങ്ങളുടെ കരിക്കുലമൊക്കെ തീർന്നേ, നിങ്ങളുടെ സിലബസ് ഒക്കെ അവസാനിച്ചെന്നേ. അഭിമന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ഒരു 20 വർഷം കഴിഞ്ഞുള്ള പ്രതീക്ഷയുടെ മുകുളങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. സിലബസുകൾ അവസാനിച്ചു കഴിഞ്ഞു, സിലബസിന് പുറത്തേക്ക്. അതുകൊണ്ട് ഏത് ബസ്സിലും കയറി ഇരുന്നോണം. പഠിക്കുന്ന കുട്ടി, പഠിപ്പിക്കുന്ന അധ്യാപകൻ, ബിയോണ്ട് ദ സിലബസ്. അതിങ്ങനെ സ്വപ്നം കാണുക, പുതിയ യാത്രകൾ. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പണ്ട് പറഞ്ഞത്, ഇമാജിനേഷൻ ഈസ് ബെറ്റർ ദാൻ നോളജ്. ഭാവനയാണ് അറിവിനേക്കാൾ വലുത്. യാത്ര ചെയ്യുക പുതിയിടങ്ങളിലേക്ക്. എവിടെ പോയാലും ഞാൻ ഇന്ന് ഒരു വചനമാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ കുഞ്ഞുമക്കളോട് പറയാനുള്ളത്. സെയിന്റ് ജോൺ 14:6. നിങ്ങൾ 12 വർഷം പഠിച്ചതിന്റെ കോറാണത്. നിങ്ങൾ 12 വർഷം പഠിച്ചതിന്റെ ആകത്തുകയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഉറക്കെ പറഞ്ഞേ. ഇതിങ്ങനെയല്ല, ഞാൻ തന്നെ. യേശു പറഞ്ഞു ഞാൻ തന്നെ. പറഞ്ഞേ, ആ തന്നെ എന്നുള്ള ഒന്ന് പോസ് ചെയ്ത് പറഞ്ഞേ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് ഒന്ന് ഓർത്തോണം, ഞാൻ വഴിയും സത്യവും ഒന്നല്ല, ഞാൻ മാത്രം. I am the only way. നിങ്ങൾ എവിടെ പോയാലും യേശുവിനെ കൈവിട്ട് കളയരുത്. ഈ ലോകത്ത് 2.7 ബില്യൺ ആളുകൾ ഒരു കാർപ്പന്റർ പണ്ട് പറഞ്ഞ ഒരൊറ്റ വലിയ വട്ടം പിടിച്ചിട്ടുണ്ട്. ഒരു ജൂയിഷ് കാർപ്പന്റർ, ഒരു വില്ലേജ് കാർപ്പന്റർ നടത്തിയ പ്രഖ്യാപനമാണ്. അതിനുശേഷം എത്രയോ മഹാരഥന്മാരുണ്ടായി മക്കളെ. I am the only way. യേശു ക്രിസ്തു ഏക രക്ഷകൻ. എവിടെ പോയാലും ഏറ്റു പറയണം. യേശുവിനോടുള്ള ഇന്റിമസി
നിങ്ങളുടെ കർത്താവിനോടുള്ള ഇന്റിമസി. ഒത്തിരി മതങ്ങളുണ്ട്, ഒത്തിരി വിശ്വാസങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓർക്കണം, നിങ്ങൾ എപ്പോഴാണ് ഇപ്പോൾ ജയിച്ചു, പക്ഷെ നിങ്ങളുടെ അധ്യാപകർ എപ്പോഴാണ് തോൽക്കുന്നതെന്നറിയാം. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മകൾ, ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മകൻ നിങ്ങളുടെ മാമോദീസ തൊട്ടിയെ കടന്ന് അരുതാത്തൊരു പ്രണയബന്ധത്തിലേക്ക്, മാമോദീസായെ കടന്നുപോയി നിങ്ങളൊരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകൻ തോറ്റുപോകും, നിങ്ങളുടെ ഇടവകപ്പള്ളി തോറ്റുപോകും, നിങ്ങളുടെ തിരുമേനി തോറ്റുപോകും. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വിക്ടിമാകുമ്പോ നിങ്ങളുടെ തിരുമേനി തോറ്റുപോകും, നിങ്ങളുടെ ക്ലാസ് മുറികൾ തോറ്റുപോകും, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ 12 പേരും തോറ്റുപോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതൊരുപാട് രാഷണലിസത്തിന്റെ കാലമാണ്. യുക്തിയിൽ ബോധ്യപ്പെടുന്നത് മാത്രം ശരിയെന്നാണ് ഈ കാലം പറയുന്നത്. അതുകൊണ്ട് ദൈവം എന്നൊക്കെ പറയുമ്പോ ബൈബിളൊക്കെ നോക്കിയിട്ട് അങ്ങനെ നടക്കുമോ, ഇതിങ്ങനെ നടക്കുമോ, ഇത് എന്ത് യുക്തിയാണെന്ന് ചോദിക്കുന്ന അതൊന്നും പറയാൻ ഈ സമയം ഒരു ക്ലാസ് അല്ലല്ലോ എനിക്ക്. റാഷണലിസത്തിന്റെ കാലമാണ്, പ്ലൂറലിസത്തിന്റെ കാലമാണ്. ഓൾ ദ വേ ലീഡ്സ് ടു ഗോഡ്. ഏത് വഴി പോയാലും ദൈവം, അതുകൊണ്ട് അവിടെ പോയാലും മതി. ഓൺലൈനൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒത്തിരി പരിമിതിയുണ്ട്. ഇവിടെ പോയാലും മതി. അല്ല, ഞാൻ തന്നെ, ഞാൻ മാത്രം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. സ്കെപ്റ്റിസിസത്തിന്റെ കാലമാണ്. സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നത് മാത്രമാണ് ശരി. സയൻസ് എന്ത് പറയുന്നു അത് കാണാൻ പറ്റുമോ, അത് കേൾക്കാൻ പറ്റുമോ? അതിലെ ഞാൻ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആറ്റത്തെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കുട്ടി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മോളിക്കൂളിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കാറ്റലിസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? എന്നൊരു വാക്കില്ല. കണ്ടിട്ടുണ്ടോ? എസ്ആർനോ? പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നമ്മുടെ 1400 ഗ്രാം തലച്ചോറിനപ്പുറം എന്തൊക്കെയാണ്. അതിനെ അടയാളങ്ങളും കാര്യങ്ങളും കഥകളും കൊണ്ട് ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് പുസ്തകത്തിൽ. പറഞ്ഞറിയിക്കാനാകാത്തതിനെ ആവിഷ്കരിക്കാനാണ് അടയാളങ്ങളും കഥകളും. അതുകൊണ്ടാണ് 1-ാം ദിവസം ഇതുണ്ടായി, 2-ാം ദിവസം ഇതുണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എത്താത്ത കാര്യത്തെ. അതുകൊണ്ട് സ്കെപ്റ്റിസിസം സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ പറയാം റൊമാന്റിസിസം, മനോഹരമായത് മാത്രമാണ് സത്യം, മനോഹരമായതിന്റെ പിറകെ മാത്രം പോവും. ഹെഡനിസം, സുഖം തേടാനുള്ളതാണ് ജീവിതം, സുഖം തേടാൻ അതിന്റെ പിറകെ മാത്രം പോവും. എക്സിസ്റ്റൻഷ്യലിസം ഉണ്ട്, നിന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം നിനക്കാണ്, എനിക്ക് മാത്രമാണ്. അബോർഷൻ ചെയ്യണോ, അത് എന്റെ മാത്രം അവകാശമാണ്. സൂയിസൈഡ് ചെയ്യണോ, അത് എന്റെ മാത്രം അവകാശമാണ്. പറയാ സമയം എണ്ണി പറഞ്ഞതിൽ 24 തിയറി ജോൺ 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ഉറക്കെ പറ, വഴിയും സത്യവും. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും യേശുവിനോടുള്ള ഇന്റിമസി. നിങ്ങൾ ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോ നിങ്ങൾ എന്ത് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസമാണ് നേടിയത്? അതൊരു ചോദ്യമാണ്. ക്ലാസ് മുറികൾ പിന്നിൽ അടഞ്ഞു പോകുകയും നമ്മുടെ ഗുരുക്കന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും നമ്മുടെ പാഠപുസ്തകങ്ങൾ അടച്ചു വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് ബാക്കിയാകുന്നതിന്റെ പേരാണ് വിദ്യാഭ്യാസം. അങ്ങനെ വല്ലതും ബാക്കിയുണ്ടോ? എന്റെ മുഖത്ത് നോക്ക്. 12ാം ക്ലാസ് കഴിയുമ്പോ നിങ്ങളുടെ 12 ക്ലാസിന്റെയും മുറികൾ അടഞ്ഞുപോയി, നിങ്ങളുടെ അധ്യാപകർ മടങ്ങിപ്പോയി, നിങ്ങളുടെ പുസ്തകങ്ങൾ അടഞ്ഞുപോയില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഒന്ന് പറയൂ മക്കളെ, യെസ് എന്ന് പറ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയുള്ളതെന്താ? അതിന്റെ പേരാണ് വിദ്യാഭ്യാസം. തിരുവേരി പറഞ്ഞതുപോലെ ട്യൂഷൻ അല്ല, അതൊരു ഇൻട്യൂഷനാണ്. അതൊരു ഇൻട്യൂഷനാണ്. അവിടെയാണ് യേശുവിനോടുള്ള ഇന്റിമസി. യേശു എനിക്കാരാണ്, എന്റെ കർത്താവ് എനിക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മനുഷ്യരായി യേശുവിനെ കൈവിടാ. നിങ്ങളുടെ മാമോദിസ തൊട്ടി തോറ്റുപോകാതെ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ അല്ലേ, എല്ലാ പ്രണയങ്ങളും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ്. ഞാൻ 10-18 വയസ്സുള്ള കുഞ്ഞുങ്ങളോടുകൂടെ സംസാരിക്കുകയാണ്. എന്തെങ്കിലും കാണാതെ ഒരു പ്രേമവും ഇല്ല അല്ലേ? മുടി കണ്ടിട്ട്, ചിരി കണ്ടിട്ട്, ഉള്ള പോക്ക് കണ്ടിട്ട്, എന്നിട്ടൊക്കെയാണ് മെസ്സേജ്. ഒന്നും കാണാതെ സ്നേഹിച്ച 2-3 പേരേ ഉള്ളൂ. ഒന്ന് അപ്പനാണ്,
ഒന്ന് അമ്മയാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ജനിച്ച സമയത്ത് ഫോട്ടോ വീട്ടിലുണ്ടോ? തിരുമേനി ഫോട്ടോയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? ജനിച്ച 28 കെട്ടിനെയല്ല, ജനിച്ച സമയത്തെ ഉണ്ടാവില്ല. ഒരു ചന്തവും ഇല്ലായിരുന്നു കാണാൻ. ഒരു വാൽമാക്കരുടെ ഒക്കെ കൂട്ട്, ഒരു വലിയ തലയും 2 കൊച്ചുകാലും ഒക്കെ ആയിട്ട് ഷെയ്പ്ലെസ് ആയിരുന്നു. അകത്ത് കിടന്നപ്പോ 2 കൈ ഉണ്ടെന്നറിഞ്ഞ് സ്നേഹിച്ച ഒരു അമ്മയില്ല അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോ. 2 കാലുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ ദൈവം അങ്ങനെ തന്നെയാണ് നമ്മളെ ഇങ്ങനെ എലക്ട് ചെയ്ത്. ഇപ്പം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടാണ് പലരും മെസ്സേജ് അയക്കാൻ പോണത്. നമ്മൾ ഷെയ്പ്ലെസ് ആയിരുന്നപ്പോൾ സ്നേഹിച്ച ചുരുക്കം വിരലെണ്ണാവുന്ന മനുഷ്യരുണ്ട്. അവരെ കളയാതിരിക്കുക, അവരോടുള്ള ഗുരുത്വം നഷ്ടപ്പെടുത്താതിരിക്കുക. 3-ാം മാസം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോ 2 മാസം ഉള്ളപ്പോ നിങ്ങളുടെ അമ്മ ഒന്ന് ആഞ്ഞ് നടന്നിരുന്നെങ്കിൽ കലങ്ങിപ്പോയനെ. നമ്മുടെ അമ്മ ഒന്ന് തിരിഞ്ഞു കടന്നിരുന്നെങ്കിൽ കലങ്ങിപ്പോയനെ. നമ്മൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ഗുരുത്വമാണ്. നല്ല വിദ്യാഭ്യാസം ഈ ആർദ്രതയാണ്, ഈ പുഞ്ചിരിയാണ്, ഈ സ്നേഹമാണ്. യേശുവിനോടുള്ള ഇന്റിമസി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത്. തിരുമേനി പറഞ്ഞതുപോലെ ഇങ്ങനെ വിനയപ്പെട്ട്, ഇന്ന് വേദഭാഗം കേട്ടില്ലേ, തന്നെത്താൻ താഴ്ത്തുന്നവനല്ല ഉയർത്തപ്പെട്ടു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ മോള് ഫ്രണ്ടിൽ ഇരിപ്പുണ്ടല്ലോ, ഈ എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? പറയണമെന്നില്ല. നമ്മുടെ ഈ കാലത്തിന്റെ ഒരു പ്രശ്നം, നമ്മൾ ഏത് വിഷയമാണോ പഠിക്കുന്നത് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. സാർ പറയുന്നുണ്ട്, വില്യം കോൺറാഡ് റോൺജൻ എന്ന് പറയുന്ന മനുഷ്യൻ എക്സ്റേ കണ്ടുപിടിച്ച സമയത്ത്, അത് അന്നത്തെ കാലത്തെ ഒരു വലിയ കണ്ടുപിടുത്താണ്. അദ്ദേഹത്തോട് പലരും പറഞ്ഞു, ഇതിന് അങ്ങയുടെ പേരിടണം, റോൺജൻ റേസ്, റോൺജൻ റേസ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് അജ്ഞാതമായത് എന്തൊക്കെയുണ്ട്, എന്റെ ബുദ്ധിക്ക് അപ്പുറമായത് എന്തൊക്കെയുണ്ട്, എനിക്ക് പിടുത്തം കിട്ടാത്ത ഒരു പരാശക്തിയുണ്ട്. നമ്മൾ ഈ സങ്കല്പിക്കുന്ന ചില കാര്യങ്ങളെ എ പറയല്ലേ, ബി എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് ആ മനുഷ്യൻ തന്റെ പേരിടാതെ റോൺജൻ റേസ് എന്ന് പേരിടാനുള്ള സാധ്യത, ഞാൻ 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 എന്ന ഭാവം അതല്ല. അദ്ദേഹം പറഞ്ഞു, അതിന്റെ പേര് എക്സ്റേ. എനിക്ക് അജ്ഞാതമായത്, എനിക്ക് എത്താനൊക്കാത്തത്, എനിക്ക് പിടുത്തം കിട്ടാത്ത. ഞാൻ ഈ എക്സ്റേയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം പെട്ടെന്ന് ഓർത്തത്. ഞാൻ ഒരാളുടെ പേര് പറയാം. ആ പേര്, അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച സാധനം ഈ സദസ്സിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണ്. അദ്ദേഹം കണ്ടുപിടിച്ച സാധനത്തിന്റെ പേര് പറയാം. ഞാൻ കുട്ടികളോട് ആദ്യം ചോദിക്കുകയാണ്, ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച സാധനം. നിങ്ങൾ ഇന്നത്തെ പകലും കണ്ടിട്ടുണ്ട്. അധ്യാപകർ പറയുന്നുണ്ട്, കുട്ടികൾ പറയും. ആ 3 വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ജെ, ജോസഫ്, സിറിൽ, JCB. അദ്ദേഹം കണ്ടുപിടിച്ച യന്ത്രത്തിനകത്ത് ആ നേട്ടത്തിന് സ്വന്തം പേര് വേണമെന്ന് അദ്ദേഹം അന്ന് വലിയ വാശി പിടിച്ചത്രേ, വലിയ വാശി പിടിച്ചത്രേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് എക്സ്റേ കുറിച്ച് ഓർത്തപ്പോ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, നിങ്ങളിങ്ങനെ ഒരു സിലബസിന് പുറത്തേക്ക് പോവാണ്. അവിടെ ഇരിക്കാനുള്ളതല്ല സിലബസ്. പുതിയ യാത്രകൾ, പുതിയ വായനകൾ, പുതിയ പാഠങ്ങൾ, പുതിയ ആകാശം. പുഞ്ചിരി കളഞ്ഞു പോകാതിരിക്കുക. മലയാളത്തിലൊരു മനോഹരമായ സിനിമ ഉണ്ടായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞൊക്കെ ചില കുട്ടികളൊക്കെ അങ്ങോട്ട് നോക്കുന്നത്. ഹെലൻ എന്നാണ് സിനിമയുടെ പേര്. 3-4 വർഷം മുമ്പാണ്. 3-4 എന്ന് എനിക്കറിയില്ല. ഒരു കോൾഡ് സ്റ്റോറേജിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അന്നാബൻ അവതരിപ്പിച്ചൊരു കഥാപാത്രം. ഇപ്പോഴാണ് ചിലരൊക്കെ എന്നെ നിവർന്നൊന്ന് നോക്കിയത്. ഈ പെൺകുട്ടി ഒരു കോൾഡ് സ്റ്റോറേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ നീണ്ട കഥയൊന്നുമല്ല. ഇവളൊരു ദിവസം വീട്ടിൽ മടങ്ങിയെത്തുന്നില്ല. 17-18 വയസ്സാണ്, അല്ലെ 20 വയസ്സാണ്. അവളൊരു വലിയ ഷോപ്പിംഗ് മാളിലെ ഒരു KFC പോലുള്ള ഒരു സ്റ്റോറേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവള് വീട്ടിൽ മടങ്ങിയെത്താത്തപ്പോ അവളെ കുറിച്ചുള്ള അന്വേഷണമാണ് ആ രാത്രി മുഴുവൻ. അവളെങ്ങും കിട്ടുന്നില്ല. പല വഴി നോക്കി. അവസാനം വലിയ മോളിന്റെ സെക്യൂരിറ്റിയിൽ വരെ അന്വേഷണം. ഈ രാത്രി തന്നെ പോലീസ് എത്തുന്നുണ്ട്. അയാൾ പറഞ്ഞു, സാറേ, അവൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അവൾ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പൊ പോലീസിന് സംശയമായി. ഒരു ദിവസം നൂറുകണക്കിന് ആളുകൾ വരുന്ന ഈ മോളിൽ നിന്ന് അവള് മാത്രം പോയിട്ടില്ലെന്ന് ഇയാൾക്ക് എത്ര എന്ന് പറയാൻ പറ്റും? അന്വേഷണം അയാളിലേക്ക് ആ രാത്രി തന്നെ പോവുകയാണ്.
ഇയാളറിയാതെ ഒന്നും പറ്റില്ല. പക്ഷെ അയാൾ പാവപ്പെട്ട മനുഷ്യൻ, അയാൾ പറഞ്ഞു, സാറേ അവൾ ഇവിടെ വന്നിട്ടില്ല. വന്നിട്ടുണ്ട്, അവള് പോയിട്ടില്ല, അതെനിക്കറിയാം. പോലീസ് ചോദിക്കുന്നുണ്ട്. 100, 200, 300 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് പല ഇടങ്ങളിലായി. എത്ര പേര് വന്നു പോന്നു, കസ്റ്റമേഴ്സ്. പക്ഷെ ഈ കൊച്ചു പെൺകുട്ടി തിരിച്ചു പോയിട്ടില്ല. ഇയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? സാറേ, അയാൾ പറഞ്ഞൊരു മറുപടിയാണ് എനിക്ക് ഈ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്. അയാൾ പറഞ്ഞു, സാറേ ഇവിടെ ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട് പല ഇടങ്ങളിലായി. ഷീ മോളുണ്ടല്ലോ, എല്ലാ ദിവസവും വരുമ്പോ എന്നോടൊരു ഗുഡ് മോർണിംഗ് പറയും. ഞാനൊരു സെക്യൂരിറ്റിയാ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാ, എന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു സെക്യൂരിറ്റി അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലല്ലോ. തിരികെ പോകുമ്പോൾ അവൾ എനിക്കൊരു ഗുഡ് ഈവനിങ് പറയാറുണ്ട്. അവൾ മാത്രം എല്ലാ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയും, വൈകുന്നേരം ഒരു ഗുഡ് ഈവനിങ് പറയും. പക്ഷെ ഇന്നത്തെ ദിവസം എന്റെ പൊന്നു സാറേ എനിക്കൊരു ഗുഡ് ഈവനിങ് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് പിന്നെ ഈ അന്വേഷണം മുകളിനകത്ത് മാത്രമാവും. അങ്ങനെ ഈ കോൾഡ് സ്റ്റോറേജിനകത്ത് നിന്ന് അർദ്ധപ്രാണനോടെ വെളുപ്പിന് അവളെ കിട്ടുന്നുണ്ട്. അവളെ പെട്ടുപോയത് എങ്ങനെയോ പുറത്തുനിന്ന് അടഞ്ഞപ്പോ വലിയൊരു ഫ്രീസറിനകത്ത് പെട്ടുപോയതാണ്, റൂം ഫ്രീസറിനകത്ത്. ഒരു ചെറിയ സെക്യൂരിറ്റി കണ്ടാൽ മൈൻഡ് ചെയ്യേണ്ട, ഗൗനിക്കാൻ യാതൊരു ക്രൈറ്റീരിയയും നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളോട് അവൾ കൊടുത്തൊരു പുഞ്ചിരിയിലും ഒരു ഗുഡ് മോർണിംഗിലുമാണ് അവൾ വീണ്ടെടുക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഒരു കലാലയം എന്ന് പറയുന്നില്ല, ഒരു സിലബസ് പൂർത്തീകരിച്ച് പാഠപുസ്തകങ്ങൾ അടച്ചു വെച്ച് മടങ്ങിപ്പോകുമ്പോ ഈ പുഞ്ചിരി നഷ്ടപ്പെട്ടു പോകരുത്. ചെറിയ മനുഷ്യരോടുള്ള ആർദ്രത നഷ്ടപ്പെട്ടു പോകരുത്, അല്ലേ? ചെറിയ ആളുകളോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ പുഞ്ചിരി കളഞ്ഞു പോകുന്നിടത്ത് നിങ്ങളുടെ സൺഡേ സ്കൂളും കളഞ്ഞു പോകണം. കാരണം ഈ പുസ്തകം ഒരിക്കലും ജീവിക്കാൻ കൊള്ളാവുന്ന പുസ്തകമല്ല. ജീവിക്കാൻ നിങ്ങളുടെ ഷെൽഫിൽ വെച്ചിരിക്കുന്ന ജോഗ്രഫിയുടെ പുസ്തകം എടുക്ക്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ പുസ്തകം എടുക്ക്. നിങ്ങളുടെ ഷെൽഫിൽ വെച്ചിരിക്കുന്ന, നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന അനാട്ടമിയുടെയോ ക്വാണ്ടം മെക്കാനിക്സിന്റെയോ തെർമോഡൈനാമിക്സിന്റെയോ വ്യാഖ്യാനങ്ങൾ എടുക്ക്. ഈ പുസ്തകം ജീവിക്കാൻ കൊള്ളില്ല. This is not help to live. This book is help to survive. ഇത് അതിജീവിക്കാൻ കൊള്ളാവുന്ന പുസ്തകമാണ്. നിങ്ങൾ എവിടെ പോകുമ്പോഴും യേശുവിനോടുള്ള ഇന്റിമസി, നിങ്ങളുടെ കർത്താവിനെ മുറുകെ പിടിക്കുന്നു. ഇനിയിപ്പോ നിങ്ങളെ എവിടെ കാണാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ ടീച്ചർക്ക് അന്വേഷിക്കാം, അല്ലേ സാറേ? 8ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് 9ാം ക്ലാസ്സിൽ വരണം, 10ൽ വരണം. 12 കഴിഞ്ഞു. എനിക്കറിയാം ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗത്തെയും ദിവ്യബോധനത്തിൽ കാണാനൊക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗത്തെയും നാളുകളിൽ മർത്തമറി സമാജത്തിൽ കാണാനൊക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയൊക്കെ ആകാം, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികളാണ്. നിങ്ങൾ നാളെ, പക്ഷെ നിങ്ങൾ ഇനി ഇതുവരെ ഈ 12ാം ക്ലാസ് വരെ നിങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങളുടെ പള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു, നിങ്ങളുടെ അധ്യാപകർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇനിമേൽ നിർബന്ധങ്ങളില്ല. വികാരിയച്ഛന്റെ പാസീവായ ചില അന്വേഷണങ്ങൾ മാത്രമേ കാണുള്ളൂ. മോളെ കണ്ടില്ലല്ലോ പള്ളിയില്, മോനെ കണ്ടില്ലല്ലോ പള്ളിയില്. ഇനിമേൽ നിങ്ങളുടേതാണ്. ഞാൻ പറയട്ടെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും പറയുന്നു, നമുക്ക് 2 വഴിയുണ്ട്. ഒന്നെങ്ങനെയും ജീവിക്കാം, 2 ഇങ്ങനെ ജീവിക്കൂ എന്ന് തീരുമാനിക്കാം. 12ാം ക്ലാസ് കഴിഞ്ഞ് യൗവനത്തിന്റെ പ്രസരിപ്പിലേക്ക് പോകുമ്പോ പള്ളിയും പട്ടക്കാരനും സഭയും വിശ്വാസങ്ങളും കുദാശകളും വിശുദ്ധ വചനവും ഒക്കെ മുന്നിലുള്ളപ്പോ എന്റെ കുഞ്ഞുങ്ങളെ, we have 2 options. ഫസ്റ്റ് വൺ ഈസ് എങ്ങനെ ജീവിക്കാം, പള്ളി വരാം, വരാതിരിക്കാം. സെക്കൻഡ് ഓപ്ഷൻ, ഇങ്ങനെ ജീവിക്കും. ഞാൻ പഠിച്ച പാഠങ്ങൾ എന്നിൽ നിന്ന് കളഞ്ഞു പോകാതെ, എന്നിൽ നിന്നും മറന്നു പോകാതെ, ജീവിതത്തിന്റെ തോൽവികളിൽ തോറ്റുപോകാതെ, വീണു പോകാതെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ അവസാനിപ്പിച്ചോളാം. ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നു, ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളത് ദൈവം നമുക്ക് തന്ന സമ്മാനമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാം ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനമാണ്.
ഈ ഒരു വരി ഇപ്പൊ ഉറങ്ങുന്നില്ലെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് പേരൻസ് ഉണ്ട്, വീടുണ്ട്, നിങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, ഭക്ഷണമുണ്ട്, വാഹനമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു, എന്തായിരിക്കുന്നു എന്നുള്ളത് ഉയരത്തിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. പക്ഷെ യൗവനത്തിന്റെ 16കളിലേക്ക് 18കളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇനി എന്തു ചെയ്യുന്നു എന്നുള്ളത് അല്ലേ. നമ്മുടെ വിശ്വാസത്തെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇലോൺ മസ്കും യുവാൽ നോവ ഹരാരിയും റിച്ചാർഡ് ഡോക്കിൻസും ഒക്കെ മതിയോ? അവരൊക്കെ നമ്മുടെ ഗാഡ്ജറ്റുകളെ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലേ? പക്ഷെ നമ്മുടെ വിശ്വാസം കൂടെ അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഹരാരിയും ഇലോൺ മസ്കും നമ്മുടെ ജീവിതത്തിന്റെ ടെക്നോളജി അല്ലേ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന വിശ്വാസത്തിൽ, യേശുവിനോടുള്ള ഇന്റിമസി. നിങ്ങൾ പഠിച്ച പുസ്തകമുണ്ടല്ലോ, ഈ പുസ്തകമുണ്ടല്ലോ, സം ബുക്ക് ഇൻഫോം, അതർ ബുക്സ് റിഫോം. പക്ഷേ ദ ഓൺലി ബുക്ക് ദ ട്രാൻസ്ഫോം, ഇത് വായിക്കാത്തൊരു ദിവസം ഉണ്ടാകല്ലേ. ഒരുപാട് കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയേണ്ടത്. ആർദ്രത നഷ്ടപ്പെടുത്താത്ത, പുഞ്ചിരി കളഞ്ഞു പോകാത്തൊരു ജീവിതം. 2004 ഒളിമ്പിക്സിലെ മാരത്തോൺ മത്സരത്തിൽ അവസാന ലാപ്പിൽ വിജയത്തിലേക്ക് കുതിച്ചൊരു വാണ്ടർ ഡി ഡിലീമ എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരനുണ്ട്. അദ്ദേഹം ഒരു ബ്രസീലിയൻ ഓട്ടക്കാരനാണ്. അവസാന സ്വർണ്ണ മെഡലിന് തൊട്ടു മുമ്പ് ഒരു 50 മീറ്റർ മുമ്പ് 2004 ഗാലറിയിൽ നിന്നൊരു ഭ്രാന്തൻ, കിളിപോയ മനുഷ്യൻ ഈ ഓടി വന്നിട്ട് വാണ്ടർ ഡിലീമയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഗാലറിയിലേക്ക് കൊണ്ടുപോയി. സ്വർണം നഷ്ടപ്പെട്ടു. അദ്ദേഹം തിരിച്ചു പെട്ടെന്ന് ഒഫീഷ്യൽസ് വിടുവിച്ച് തിരിച്ചോടുന്നുണ്ട് സെക്കൻഡ്സിൽ. പക്ഷെ 3ാം സ്ഥാനവും കഴിഞ്ഞുപോയി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? സൂയിസൈഡ് ചെയ്തേനെ. ഒളിമ്പിക്സിന്റെ മെഡലാണ് പോകുന്നത്. പക്ഷെ ആ മനുഷ്യൻ പിന്നെ ഓടിയതുണ്ട്. ഈ ഇരിക്കുന്ന കോട്ടിട്ട, ഈ ഗൗണിട്ട മക്കൾ എന്നെ നോക്കണം. സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടിട്ട്, ഒരു ഭ്രാന്തന്റെ ആലിംഗനത്തിൽ നഷ്ടപ്പെട്ടിട്ട് അയാൾ പിന്നെ സ്തബ്ധനായി നിന്നില്ല. 4ാമതോ 5ാമതോ അയാൾ വളരെ പെട്ടെന്ന് പിറകിൽ ഓടി വരുന്നൊരു രംഗമുണ്ട്. അതിങ്ങനെയാണ്, 2 കൈകളും 2 വശത്തേക്ക് വിരിച്ച് ഒരു പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ ഓടി 4ാമതോ 5ാമതോ ഫിനിഷ് ചെയ്യുന്നുണ്ട്. വാണ്ടർ ഡി ഡിലീമ തോറ്റുപോയി, മെഡൽ കിട്ടിയില്ല. ഒരു കാര്യം പറയട്ടെ, കറക്റ്റ് 10 വർഷം കഴിഞ്ഞ് 2014 ഒളിമ്പിക്സ് നടന്നത് ബ്രസീലിലാണ്. അന്ന് അവിടെ ദീപശിഖ കൊളുത്താൻ ഒളിമ്പിക് അസോസിയേഷൻ തെരഞ്ഞെടുത്തത് തോറ്റുപോയ ഈ മനുഷ്യനെയാണ്. എന്തിനെന്നൊരു ചോദ്യമുണ്ട്. തോറ്റുപോയത് കൊണ്ടല്ല, തോൽവിയെ അഭിമുഖീകരിച്ചൊരു ശൈലിയുണ്ട്. നിങ്ങൾ പഠിച്ച സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം നിങ്ങളെ തോൽപ്പിക്കരുത്. ഒരു പ്രേമനൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ സൺഡേ സ്കൂളിൽ തോറ്റുപോകും. ഒരു പ്രണയത്തിന്റെ ആസക്തിയിൽ പള്ളി വിട്ടോടുമ്പോ, സഭ വിട്ട് കളയുമ്പോ നിങ്ങളുടെ അധ്യാപകർ തോറ്റുപോകും. തോൽക്കാനുള്ളതല്ല ജീവിതം. പൂമ്പാറ്റയെ പോലെ പറക്കാനുള്ളതാണ്. വഴിയിൽ വീഴ്ത്തിക്കളയുന്ന ഒത്തിരി ഇടങ്ങൾ ഉണ്ടായേക്കാം. ഈ 12 വർഷം ഒരു ചവിട്ടുപടി മാത്രമാണ്. ഇനി സിലബസുകളില്ല. ആദ്യം പറഞ്ഞതുപോലെ ഇരിക്കരുത് സിലബസിൽ. സിലബസിൽ ചവിട്ടി നിൽക്കുകയാകാവൂ. പുതിയ യാത്രകൾ, പുതിയ ആകാശം, പുതിയ ചിന്തകൾ, പുതിയ വായനകൾ. അപ്പോഴും മടുത്തു പോകാതെ മൈ ജീസസ്, മൈ ജീസസ്, എന്റെ യേശു. എല്ലാവരുടെയും മൗനാനുവാദത്തോടെ നിങ്ങൾ വലത്തെ കൈ എന്നെ ഒന്ന് ഉയർത്തി കാണിക്കോ. റൈറ്റ് ഹാൻഡ് കൊണ്ടുവന്നിട്ടുള്ളവർ മാത്രം, ഇല്ലാത്തവര് പൊക്കണമെന്നില്ല. വലത്തെ കൈ ഇതാണ്. 12 ക്ലാസ് പഠിച്ചിട്ട് ഇടത്തേതാണ് വലത്തേതാണെന്ന് അറിയുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് കൂടെ നോക്കാണ്. ഈ വലത്തെ കൈ ഉയർത്തി കാണിച്ചില്ലേ? ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അവിടേക്കൊന്ന് കൈ ഒന്ന് അമർത്തി വെച്ച് എന്നിട്ട് പറ, യേശു പറഞ്ഞു. ഇത്ര ശബ്ദമല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഐ ആം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ഉറക്കെ പറയും.
ഞാൻ തിരിഞ്ഞു പോകില്ല, സമയം. ഐ ആം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ഓറക്കെ, ഐ ആം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ യേശുവിൽ വേരൂന്നിയ കുഞ്ഞാണ്. ഞാൻ യേശുവിനെ കൈവിടില്ല. ആ നെഞ്ചത്തെ ഈ ഹൃദയമുണ്ടല്ലോ, ഹൃദയം ഇടത്ത് എനിക്ക് തെറ്റിയ ആളല്ല, അവിടെ ഒന്നുകൂടെ അമർത്തിക്കേ. ചങ്കാണന്റെ യേശു ഒരു പാട്ട് കിട്ടില്ലേ? പാടണ്ട, സമയമില്ല. ഒരു പാട്ട് ആദ്യം പാടിയാണ് നമ്മൾ തുടങ്ങിയത്. ഐ എം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. പറഞ്ഞേ, ഐ എം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ആദ്യം പഠിച്ച സങ്കീർത്തനം ഏതാ? യഹോവ എന്റെ എനിക്ക്. അത് മറന്നിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് പഠിച്ച ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ലേ? അത് മറന്നു. A+B അത് മറന്നു. യഹോവ എന്റെ, അത് പ്രോഗ്രാമിംഗ് ആണ്, ഹൃദയത്തിൽ പ്രോഗ്രാം ചെയ്തതാണ്. പിന്നീട് പഠിച്ചതെല്ലാം സ്റ്റഡിങ് ആണ്, അത് തലകൊണ്ടാണ്. സങ്കീർത്തനം അക്ഷരം പഠിക്കുന്നതിന് മുമ്പേ ചങ്കിൽ പ്രോഗ്രാം ചെയ്താണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും എന്റെ യേശു. പറഞ്ഞേ, ഉറക്കെ പറ. വല്ലാത്തൊരു പ്രേമത്തോടെ, നിങ്ങളുടെ കർത്താവിനോട് വല്ലാത്തൊരു സ്നേഹത്തോടെ പറ, എന്റെ യേശു, എന്റെ കർത്താവ്. എന്റെ പ്രിയപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന മക്കളെയും ഹൃദയം കൊണ്ട് പ്രണമിക്കുന്നു. ബി.എഡിനൊരു തിയറി ഉണ്ട്, ഒറ്റ വരിയാണ്. എ ഗ്രാജുവേറ്റ് ഇൻ യെസ്റ്റർഡേ റിമെയിൻ സൈലന്റ് ടുഡേ വിൽ ബി ആൻ അൺഎഡ്യൂക്കേറ്റഡ് ടുമോറോ. എ ഗ്രാജുവേറ്റ് ഇൻ യെസ്റ്റർഡേ, ഇത് ഗ്രാജുവേഷൻ ആണ്. എ ഗ്രാജുവേറ്റ് ഇൻ യെസ്റ്റർഡേ റിമെയിൻ സൈലന്റ് ടുഡേ വിൽ ബി ആൻ അൺഎഡ്യൂക്കേറ്റഡ് ടുമോറോ. ഇന്ന് നമ്മൾ ഗ്രാജുവേറ്റ് ആണ്, നാളെ ഒന്നുമില്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ അക്ഷരം അറിയാത്തവരെ പോലെയാണ്. നിരന്തരം റിഫ്രഷ് ചെയ്യുക, നിരന്തരം അപ്ഡേറ്റഡ് ആകുക, നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക, വളരുക. നിങ്ങളുടെ ആകാശം വിശാലമാണ്. നന്ദി, എല്ലാവരോടും നന്ദി. നന്ദി അച്ഛ. അച്ഛന്റെ വാക്കുകൾ ഏവർക്കും മാർഗദീപമാകട്ടെ.